മീരാവധവുമായി ബന്ധപ്പെട്ട് ചന്ദ്രത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാനും അതിനൊരു കാരണക്കാരിയാണ്. എല്ലാം അന്വേഷണത്തിന്റെ ഭാഗമായിട്ടായിരുന്നു. അതല്ല മാഡം, ഇടയ്ക്കൊക്കെ ഞാനും അന്വേഷണത്തെ സംശയിച്ചു പോയി. എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് ടെൻഷൻ കൊണ്ടായിരുന്നു. ഞങ്ങൾ പോലീസുകാർക്ക് ഇത് ശീലമാണ് സാർ. കുറെ കല്ലേറ് കൊണ്ടിട്ടായിരിക്കും പൂമാല കിട്ടുക. പ്രകാശ് തേവക്കാടുമായി അടുത്തപ്പോൾ തന്നെ ഞങ്ങൾ സംശയം ഉറപ്പിച്ചു തുടങ്ങി. അതിനിടയിൽ നന്ദനാണ് കൊലപാതകിയെന്ന് പ്രകാശ് ഞങ്ങൾക്ക് രഹസ്യമൊഴി നൽകുകയും ചെയ്തു. കൃത്യമായ തെളിവുകൾ കിട്ടുന്നവരെ ഞങ്ങൾ മനഃപൂർവ്വം പ്രകാശിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരുന്നു. ഇന്നിതാ പറഞ്ഞ തീയതിയിൽ പറഞ്ഞ സ്ഥലത്ത് നിന്ന് കുറ്റവാളിയെ കൊണ്ടുപോവുകയാണ്. ദേവിക്ക് നന്ദനും പകൽ വെളിച്ചത്തിൽ ഇനി ധൈര്യമായിട്ട് ഇറങ്ങി നടക്കാം. എങ്കിലും ചില അന്വേഷണങ്ങൾ ബാക്കിയുണ്ട്. ദേവികയുടെ മാറി നിൽക്കൽ, അതിന്റെ കാര്യങ്ങൾ അറിയണം. വിളിപ്പിക്കും, വരണം. ശരി മാഡം. ആ, ഒരു കാര്യം ഓർമ്മയിൽ വേണം. നിയമത്തിൽ നിന്ന് ഒളിച്ചോടാനോ ഒഴിഞ്ഞു മാറാനോ ഒരിക്കലും ശ്രമിക്കരുത്. ശരി മാഡം. നടക്ക്. നടക്കണം. നടക്ക്. കേറണം. കേറ്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.